അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്നൊരു ഞായറാഴ്ച കൂടി നമുക്കെല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കാനും ഇതിനോട് അനുബന്ധിച്ചുള്ള നന്മകളിൽ ഭാഗമാവാനും അള്ളാഹു കനിഞ്ഞു നൽകി. ഇന്ന് ഒരുപാട് നന്മകൾക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. നമ്മുടെ ബിസ്മി നോക്കിക്കൊണ്ടിരിക്കുന്ന, ബിസ്മിയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് ബിസ്മി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു 7ഓളം ഓർഫൻ കുടുംബങ്ങളിൽ 2 പുതിയ ഓർഫന് വേറെയും ഒരു രോഗിയുടെ വീട്ടിലും അൽഹംദുലില്ലാ കഴിഞ്ഞ ആഴ്ചയിൽ ഗൂഡല്ലൂർ, വയനാട്, നീലഗിരി ഭാഗത്ത് പോവാനുള്ള തൗഫീക്ക് ലഭിച്ചു. ആ ഒരു ഫീൽഡ് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സൂറത്തുൽ അൽ ബഖറയിൽ പറയുന്ന ഒരു ആയത്താണിത്. സത്യവിശ്വാസിയായുള്ള ഒരാൾ തങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ ക്ഷമാശീലരായുള്ള അവർ പറയണത് ഇതെല്ലാം ഇതെല്ലാം അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്, അള്ളാഹു എന്നാണ് ഇത് തിരിച്ചെടുക്കുന്നതും. നമ്മളെപ്പോഴും പറയല് ഒരു മരണം സംഭവിക്കുമ്പം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുപോലെ ഇതിൻ്റെ മുന്നുള്ള ആയത്തിൽ നമുക്കറിയാം, വലനബലുവന്നക്കും ബിശൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. ഈ ക്ഷമാശീലരാരാണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ വിശപ്പ്, ഭയം, സമ്പത്ത് കൊണ്ട്, ജീവനഷ്ടം കൊണ്ട്, കൊണ്ടൊക്കെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക എന്നുള്ള ഈ ആയത്തിനോടനുബന്ധിച്ചുള്ളതാണിത്. അപ്പം നമ്മളിങ്ങനെ ഫീൽഡിലൊക്കെ പോകുമ്പം ഇങ്ങനെ ഈ ക്ഷമാശീലരെ അള്ളാഹു അനുഗ്രഹിച്ചവരാണ്, അള്ളാഹുവിൻ്റെ കരുണ ചെയ്തവരാണ്, കാരുണ്യം ചൊരിഞ്ഞവരാണിവർ. അള്ളാഹു ഒരുപാട് നന്മകൾക്ക് പാത്രമായ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണെന്നുള്ള തോന്നിപ്പിക്കുമാർ ഈ ഹദീസിൻ്റെ ഒക്കെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മൾ ഓരോ ഫീൽഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നൊരു നിർവൃതിയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു രോഗിയുടെ അടുത്താണ് പോയത്. നമുക്കറിയാം, ഒരു കൊളോസ്ട്രമി ബാഗ് വെച്ച് നമ്മളിവിടെ പങ്കുവെച്ചതാണ്. കൊളോസ്ട്രമി ബാഗ് വെച്ച് നമ്മളൊന്നും അനായാസം സാധിക്കുന്ന, നമ്മളെ മലം പുറത്തു പോകാനുള്ള ആ ഒരു ഇതിൽ ക്യാൻസർ ബാധിച്ചിട്ട് ഒരു ബാഗ് യൂസ് ചെയ്യുന്ന ഒരു സഹോദരി, അവർക്ക് 7000 രൂപ മന്ത്ലി വേണം ഈ ബാഗിന് മാത്രമായിട്ട്. നമ്മളെ ബിസ്മിയാണ് അവർ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സഹോദരിനെയൊക്കെ കാണുമ്പം നമ്മളൊക്കെ പോകുമ്പോൾ അവരൊക്കെ ആ പ്രയാസം അനുഭവിക്കുന്ന ആ സഹോദരിൻ്റെ മുഖത്തൊക്കെ ഉള്ളൊരു ഈമാന്, കുറച്ച് ദൂരം ഒരു വഴിയിലൂടെ കുറേ അങ്ങോട്ട് പോവാണ്ടോലെ വീട്ടിലേക്ക്, അപ്പം നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് ഒരു വിഷമോ ഒരു നടന്നതിനുള്ളൊരു പ്രയാസമൊന്നും ഇല്ലാതെ പുഞ്ചിരിയോട് കൂടി ഇത്രയും നല്ലൊരു ഇതിൽ നിൽക്കുന്ന ആ ഒരു സഹോദരിക്ക് അവരൊക്കെ കാണുമ്പം നമ്മളൊക്കെ അള്ളാഹു എത്ര അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ഒരു സംഗതിക്ക് നിസ്സാരമായി നമ്മൾ കാണുന്ന ഈ ഒരു സംഗതി, ഇത്രയും പ്രയാസത്തോട് ഭക്ഷണമൊന്നും നമ്മൾ കഴിക്കണ പോലെ കഴിക്കാൻ വയ്യ. ഏതായാലും അള്ളാഹു അവർക്ക് ഒരു കിറ്റായിട്ട് അവർ കഴിക്കുന്ന രീതിയിലുള്ള ഒരു കിറ്റ് നമ്മളെടുത്തുണ്ടായിരുന്നു. അത് കൊടുക്കാൻ സാധിച്ചു, അവർക്ക് പിന്നെ പൈസ കൊടുക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അവരെടുത്തുനിന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്നത്. പിന്നെ നമ്മൾ അവിടെയൊക്കെ കണ്ടത് ഒരു 5 കുടുംബം നമ്മളെ ബിസ്മിയിൽ വന്ന് സ്കോളർഷിപ്പൊക്കെ വാങ്ങി കൈപ്പറ്റുന്ന ആളുകൾ ഭയപ്പാടോട് കൂടി ജീവിക്കണ ഓരോ ഏരിയ, ആനകളൊക്കെ ഇറങ്ങണ ഒരു ഏരിയ ആണ് അവർ. അതിൽ 10ാം ക്ലാസ്സിന് താഴെയുള്ള മക്കളുള്ള കുട്ടികൾ ഉള്ള വാപ്പാർ പെട്ടെന്ന് മരിച്ചതും, ഇതൊക്കെ ബിസ്മി നോക്കിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ്. നമ്മളൊന്ന് റീവിസിറ്റ് ചെയ്തപ്പോഴുള്ള അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇവിടേക്ക് എത്താൻ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഒരു മാസം ഇവിടെ വന്ന് പിറ്റത്തെ മാസം നമ്മൾ അവിടെ അടുത്തേക്ക് പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ സാമ്പത്തികമായിട്ട് ഇവർക്കൊക്കെ തരുന്ന ഈ സഹോദരന്മാരോടൊക്കെ അവരൊക്കെ സമ്പത്ത് അല്ല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കാരണം ഈ ഒരു എമൗണ്ടൊക്കെ അവർക്ക് കിട്ടുമ്പോൾ അവരധീനത്തിൽ പോയിട്ട് അവരെ കയ്യിൽ അവരെ അണ്ടറിൽ എത്തിക്കുമ്പം ഇതുപോലെ കുന്നു താണ്ടി ഒരു അടിക്ക് ഇറങ്ങാനുള്ള ഒരു സഹോദരി, പിന്നെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പം നമ്മളെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. അവർ ആ റോഡ് സൈഡിൽ വന്നിട്ട് നമ്മളെ കണ്ട് ബഷറാക്കാനും മക്കളെയും പിന്നെ മോളും ഞാനും നമ്മളെ ഷഫീറൊക്കെ ഉണ്ടേനി.
നമ്മളെ അടുത്തേക്കൊണ്ട് വന്നിട്ട് അവരെ ഇതിങ്ങനെ പറയാണ്. അവരാ സന്തോഷം, ആ നിർവൃതി അവരെ കണ്ണുകളിൽ നമുക്ക് കാണാം. നമ്മൾ അവർക്ക് അവരുള്ള ആ കുട്ടികളെ നോക്കാനുള്ള ആ സ്കോളർഷിപ്പ് അവരെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അവർ പഠിച്ചവൻ 2 കൈ നീട്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. വലിയൊരു ആശ്വാസമാണത്. അല്ലാഹു നിങ്ങളെ കൈവിടില്ല, ഞങ്ങൾക്കല്ലാതെ നമ്മൾ ആർക്കാ പ്രാർത്ഥിക്കാന്ന്. അപ്പോൾ ഇത്തരം വിധവകളായിട്ടുള്ള ഈ ചെറിയ മക്കളെയും കൊണ്ട് ഭയത്തോടെ ജീവിക്കുന്ന ഇത്തരം ഏരിയകളിൽ ഒരുപാട് ദൂരം താണ്ടി ബിസ്മിയെ ആശ്രയിച്ചു വരുന്ന നമ്മുടെ സഹോദരിമാർ ഒരു 5ഓളം ആളുകളെ നമ്മൾ അവിടെ കണ്ടു എന്നുള്ളതാണെന്ന്. അവർക്കൊക്കെ ആശ്വാസം പകരാൻ അന്ന് ബിസ്മിക്കായി. ഇനിയും അവർക്ക് സാമ്പത്തിക സപ്പോർട്ട് കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മൾ അവിടെ കഴിഞ്ഞിങ്ങനെ പോകുന്നത്, നമ്മൾ ഇവിടെ വന്ന് സ്കോളർഷിപ്പിൻ്റെ ഫോമൊക്കെ ഏൽപ്പിച്ച ഒരു സഹോദരി വിളിച്ച് തിരിച്ചു പോരുന്ന സമയത്ത് അവർ താമസിക്കുന്ന ഒരു വീട് ക്വാർട്ടേഴ്സിലാണ്. വാടകയ്ക്ക് 4500 രൂപ വെച്ചിട്ട് വാടക കൊടുക്കുന്ന ഒരു സഹോദരി. ആ സഹോദരി അവരെ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഉമ്മ ഉണ്ട്. ആ സഹോദരി അവൻ്റെ ഉപ്പ വന്ന് അവിടെ കിടക്കുമെന്ന് പറഞ്ഞു. ഉമ്മയും ഉപ്പയാണ് ഈ സഹോദരിക്ക് കൂട്ടിനുള്ളത്. 4 വയസ്സ്, 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയും 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ചെറിയ 2 മക്കളുള്ള ഒരു സഹോദരി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടില്ല. പുറത്തേക്കൊക്കെ ആ സഹോദരനെ കണ്ടാൽ നമ്മൾ ഈമാനിക ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, നമ്മളോരോ സഹോദരിമാരെ ഭർത്താക്കന്മാരാണ് മരിച്ചാൽ നമ്മൾ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങാനുള്ള ഒരു ശക്തിയുണ്ട്. കാരണം പുറത്തേക്കുള്ളൊരു ഭാവം, ഒരാളെ മുന്നിൽ ഇങ്ങനെ ഒരു അയ്യോപ്പാവില്ലാത്തൊരു നമുക്ക് അള്ളാഹ് ഉണ്ട് കൂടെ എന്ന് നമുക്ക് തോന്നുമ്പോൾ ഒരു ധൈര്യം വരാണ്ട് അതവിടെ കണ്ടു. കാരണം നമ്മൾ അങ്ങനെയൊന്നുമല്ല അവളെ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോഴാണ് ആ സഹോദരിൻ്റെ കഷ്ടപ്പാടുകളും. ഒരു 5-6 വർഷം മുന്നേ ഭർത്താവ് മരിച്ചതാണ്. കുറേ ആങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടുന്ന് അവർക്ക് ഞങ്ങളൊരു ബാധ്യതയായി. മക്കളെ തമ്മിൽ കച്ചറയും കുൽമാലൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ ഒരു വാടക വീട്ടിൽ ഇങ്ങോട്ട് പോന്ന്. ഉപ്പ കഷ്ടപ്പെട്ടിട്ട് ഉപ്പയും ആങ്ങളെയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ വാടക കൊടുത്ത് നിൽക്കുന്നത്. ഏതായാലും പഠിച്ച തമ്പുരാൻ അവർക്കൊരു വീട് എത്രയും പെട്ടെന്നാവാൻ നമുക്കൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ബിസ്മിയുടെ ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകളെ അടുത്ത് നമ്മൾ ചെല്ലുമ്പം അവർ ഇങ്ങോട്ട് വന്നിട്ടാണ് സ്കോളർഷിപ്പ് വാങ്ങുന്നത്. അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് അവരൊരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ് തന്നെയാണ് അവർ പിടിച്ചു നിർത്തുന്നത്, ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഈ 2 മാസം 1 മാസത്തിലൊക്കെ അവരിങ്ങോട്ട് വരുമ്പം അവർക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. ഇപ്പോഴും അവർ ചോദിച്ചത് അവർക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര താല്പര്യം. ഇത്രയും ദൂരമൊക്കെ താണ്ടിയിട്ടായാലും ബിസ്മിയിലേക്ക് വന്ന് ബിസ്മിയിലൊരു നമ്മളൊരു എല്ലാവരും കൂടിയിരിക്കുമ്പോൾ അവർ കുടുംബത്തിലേക്ക് വന്ന പോലെ ഒരു പ്രതീതിയാണ് ഇവർക്കൊക്കെ കിട്ടുന്നത്. ഇവരൊന്നും അധികം ആയിട്ടില്ല നമ്മളെ ബിസ്മിയായിട്ട് ടച്ചായിട്ട്. 2-3 മാസമൊക്കെ ആയ ആളുകൾ തന്നെയാണ് അത്. പക്ഷെ അവരൊക്കെ ഭയങ്കരമായിട്ട് ബിസ്മിയെ നോക്കി കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് ഇവിടുന്ന് കിട്ടുന്ന ആ സപ്പോർട്ട് തന്നെയാണ്, മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും കിട്ടുന്ന സപ്പോർട്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇനിയും നിലനിൽക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ അതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ തിരിച്ചു പോരുമ്പോൾ തിരിച്ച് വഴിക്കടവ് ഭാഗത്ത് കൂടെ പോരുമ്പോൾ നമ്മളൊരു വാടക വീട്ടിൽ നമ്മളൊരു ഓർഫൻ കുടുംബം സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു കുട്ടിയുണ്ട്, ഒരു 4 മാസത്തെ ആയിട്ടുള്ളൂ. 9ലും 4ലും പഠിക്കുന്ന 2-3 കുട്ടികളുള്ള ഒരു കുടുംബം. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വാടക അവർ കൊടുത്തിട്ട് 2 മാസമൊക്കെ ആയി. വളരെ പ്രയാസത്തിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് നേരിട്ട് വാടക കൊണ്ടുപോയി കൊടുക്കാനും ആ ഒരു കുടുംബത്തെ ആശ്വസിപ്പിക്കാനൊക്കെയാണ് നമ്മൾ പോയത്. അൽഹംദുലില്ലാ അവർക്ക് അവിടെ വീടിന് ഒരു സ്ഥലം കിട്ടി. ബിസ്മി തന്നെ അവിടുന്ന് ഒരു സ്ഥലം ഒരുക്കി ഒരു തറ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ പോയി കാണാൻ കഴിഞ്ഞു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ഓർഫൻ കുടുംബത്തിന് അവിടെ വീട് ഒരുക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ സ്ലാബൊക്കെ കഴിഞ്ഞു. അതിന് തൊട്ട് ചാരിയാണ് ഈ കുടുംബത്തിന് വീടെടുക്കുന്നത്. അൽഹംദുലില്ലാ പഠിച്ച തമ്പുരാന് ഇവരൊക്കെ അവിടേക്കൊക്കെ ചെല്ലുമ്പോൾ ആ സഹോദരിയുടെ കണ്ണുകളിലൊക്കെ നമ്മളെ സ്വന്തം ഉപ്പാരും നമ്മളെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ വരുമ്പോൾ അത്ര ഒരു കുളിർമ അവർക്ക് കിട്ടൂല. വളരെ പ്രതീക്ഷയോടെ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ബിസ്മിയെ അങ്ങോട്ട് എത്തിക്കുന്നത്. അവർ നിരന്തര പ്രാർത്ഥനയും അവരുടെ ഒരു ഇതുകൊണ്ടും കൂടി അല്ലാണല്ലോ. ഇതിപ്പോൾ നിശ്ചയിക്കുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇവർക്കൊരു വീടാവുന്നതും ഈ കുട്ടികളുടെ സമയത്ത് ഇതിൻ്റെ ഉപ്പ മരിക്കുന്ന സമയത്തൊന്നും ഇവർ ഒരു പക്ഷേ ആ ഉപ്പുള്ള സമയത്താണെങ്കിലും ഒരു വാടക കൊടുത്ത് ഇങ്ങനെ ജീവിക്കുകയായിരിക്കും. പക്ഷേ അള്ളാഹു ഇവരെ ഇങ്ങനെ ഒരു വിധിക്ക് കീഴ്പ്പെടുത്തി. അത് മറ്റുള്ളവരിലൂടെ ഒരു ബിസ്മിയാണെങ്കിൽ ബിസ്മി അതിലൂടെ. അപ്പം നമുക്ക് ആ ഒരു സൗഭാഗ്യം കിട്ടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും ഒരു അർഹതപ്പെട്ട ചെറിയ ആ കുട്ടി 4 മാസം പ്രായമായിട്ടുള്ളൂ. ആ കുട്ടിയും അതിൻ്റെ നേരെ മുകളിലുള്ള ആ നിഷ്കളങ്കനായ ഒരു ചെറിയ കുട്ടി, ആ ആൺകുട്ടിയൊക്കെ കാണുമ്പം അവർക്കൊക്കെ ഇനി ഒരുപാട് കാലങ്ങൾ ആ ഉമ്മൻ്റെ തണ്ടിൽ ജീവിക്കണമല്ലോ. അപ്പം അവരുടേതായിട്ടുള്ള ഒരു സുരക്ഷിതമായ ഭവനം
അത് ഒരുക്കാൻ ബിസ്മിക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ അതിൻ്റെ പണിയും പൂർത്തീകരിക്കാനും അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവട്ടെ. പിന്നെ നമ്മളിങ്ങനെ തിരിച്ചു പോരുമ്പം കാക്ക ഇവിടെ ഞാൻ അനുഭവം പറയിക്കാരം, ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ഭാഗത്തുനിന്ന് ഒരു ബ്ലോക്കിൽ ഞങ്ങൾ കുടുങ്ങി. ആ ബ്ലോക്കിൽ ഇങ്ങനെ കുടുങ്ങിയ സമയത്ത് ഒരു ഫോണ് കാക്കാക്ക് വന്നും ചെയ്ത് ഞാനും ആവശ്യം ഇങ്ങനെ ബാക്കിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഫോൺ കോൾ ഇങ്ങനെ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ വണ്ടി പോവുകയാണ്. ആ വണ്ടി പോണ സമയത്ത് വലത്തേ ഭാഗത്തേക്ക് ഇങ്ങനെ കാക്ക ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, അത് ബിസ്മിയിൽ വന്ന ഒരാളാണ്, ഇവിടുത്തെ മഹല്ലത്തെ ആളാണെന്നോ ഇവിടുത്തെ പ്രവർത്തനം എന്തോ എന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാട്ടി. അതിൻ്റെ 2 കുട്ടികളുണ്ട് ആ സഹോദരൻ്റെ കൂടെ. കൈ പിടിച്ചിങ്ങനെ 2 കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും യൂണിഫോമൊക്കെ ഇട്ടിട്ട് സ്കൂൾ വിട്ട് ഇപ്പൻ്റെ കൂടെ വരികയാണ്. അപ്പോൾ അതിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാക്ക ഈ ഫോണ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വണ്ടി ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ പോയി അരമണിക്കൂറോളം പോയി. അപ്പം ഞങ്ങളിങ്ങനെ ഒരു കണ്ട കാഴ്ച, ഒരു ഫ്രൂട്ട്സ് കടൻ്റെ മുന്നിലാണ് സഹോദരൻ നിൽക്കുന്നത്. ആ ഫ്രൂട്ട്സ് കടൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടികൾ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്, അങ്ങോട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഫ്രൂട്ട്സ് വാങ്ങുന്നിടത്തൊക്കെ ചൂണ്ടിക്കാണിക്കുക. അവരിങ്ങനെ ഇപ്പനോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയിൽ ആ സഹോദരൻ്റെ മുഖം ഇങ്ങനെ, നമ്മൾ വിചാരിച്ചത് അവിടുത്തെ ഒരു കമ്മിറ്റിക്കാരാണ്, നല്ല കണ്ടാലൊരു പിന്നെ വൈറ്റ് ഷർട്ടും ഇതൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഹാൻസമായിട്ടുള്ളൊരു ആള്. അപ്പം പേഴ്സ് ഇങ്ങനെ എടുക്കുന്നുണ്ട്, പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തിട്ട് ആ പേഴ്സ് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ പിന്നെ ഉണ്ട് അയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അത് മടക്കി വെക്കണം. ഈ മക്കളെ കൈ പിടിച്ചാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഫ്രൂട്ട്സ് ഇങ്ങോട്ട് ചാടി ആ കുട്ടി അത് അങ്ങോട്ട് തന്നെ വെച്ചു. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, പഠിച്ചോനെ അതിന് വാങ്ങി കൊടുത്തിട്ടില്ലല്ലോ, അത് കാക്കയാണെങ്കിൽ ഫോണിലുമാണ്, അത് അങ്ങോട്ട് പറയാനും കഴിയില്ല. പിന്നെ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ സ്ലോ ആയിട്ട് അരമണിക്കൂറോളം പോയി കഴിഞ്ഞ ശേഷം അവിടെ നിർത്തിയാണ്ട് നിന്നാൽ പിന്നെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഓനെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ആക്ക ഒരു ഫ്രൂട്ട്സ് കടയിലാണ് ഓല്, നമ്മളെ കണ്ടിട്ടൊന്നുമില്ല, ഇപ്പം പിന്നെ എന്തോ ഒരു പ്രയാസത്തിലാണ്, ആ മക്കൾക്കൊന്നും വാങ്ങി കൊടുത്തിട്ടില്ല, ഞാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടാവുകയാണെങ്കിൽ ആ പേഴ്സ് അങ്ങോട്ട് തന്നെ മടക്കി വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കണ്ണിലിങ്ങനെ കണ്ടൊരു ആഴ്ചയാണ്. അപ്പോൾ കാക്ക പറഞ്ഞ് അപ്പം എന്നെ വിളിച്ചു നോക്കാൻ, സഹോദരനെ അപ്പം വിളിച്ചു. അപ്പോൾ ബഷീറാക്ക എന്താ വർത്താനം എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു. അപ്പം നമ്മൾ നിങ്ങളെ കുട്ടികളുണ്ടല്ലോ നിങ്ങളെ കയ്യിൽ, നിങ്ങളെന്താ ഫ്രൂട്ട്സ് വാങ്ങാൻ നിൽക്കുകയാണോ അങ്ങനെയെന്നൊക്കെ ചോദിച്ചും പറഞ്ഞ് നമ്മൾ കണ്ടോ അല്ലെങ്കിൽ അപ്പം നിങ്ങളെവിടെ നിങ്ങൾ ഇതിലൂടെ പാസ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ 1 കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് എത്തുകയാണെങ്കിലാണ്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇറങ്ങി വെച്ചപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ബുക്കൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങിയത്. ഒരു പക്ഷേ അതിനായിട്ട് ഇറങ്ങിയതായിരിക്കാം. ഒരു 6ലും 4ലും പഠിക്കുന്ന 2 പെൺകുട്ടികളെ സ്കൂൾ വിട്ടാണ്ട് സ്കൂളത്തെ ആവശ്യത്തിന് എന്തെങ്കിലും ഈ രക്ഷിതാവ് ഇങ്ങനെ ഇറങ്ങിയതായിരിക്കാം. അപ്പോഴാണ് നമ്മളെ ആ ഒരു ദൃഷ്ടി അള്ളാഹു അവരിലേക്ക് പതിപ്പിച്ചതും കാക്കാനെ കൊണ്ട് വിളിപ്പിച്ചത്. ആ സഹോദരനെ വിളിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞത് വാക്കുകൾ എന്താ വെച്ചാൽ, പക്ഷേ ഭാര്യ ഹോസ്പിറ്റലിലേനി ഒരു മാസത്തോളം 15 ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഇപ്പം ഇന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വരികയാണ്. പിന്നെ ഇനിയാണെങ്കിൽ പണിയൊന്നും ഇല്ല ബഷീറാക്ക, മഴയൊക്കെയാണല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ഓരോ പണി ഉണ്ടാവുള്ളൂ. ഇങ്ങനെ 2-3 കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഒരു കുട്ടി അപസ്മാര രോഗിയാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഇങ്ങോട്ട് ബിസ്മിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും മെഡിസിനോ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവരിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ പറഞ്ഞപ്പോൾ കാക്ക പറഞ്ഞു, പിന്നെ ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ പിന്നെ ഞങ്ങളെ ഒന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റുമോ? അപ്പം പറഞ്ഞ് വീട്ടിലേക്ക് പോരുന്ന നിങ്ങൾ വൈഫ് ഒന്ന് വന്നിട്ടുള്ളൂ, എന്നാൽ വീട്ടിലേക്ക് പോരാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് ഈ സഹോദരന് അപ്പം തന്നെ ഞങ്ങളെ പിന്നാലെ ഈ കുട്ടികളെയും വെച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് ഉള്ളോട്ട് പോവാണ്ട്. അങ്ങനെ ആ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ആ സഹോദരിയാണെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അവിടെ അങ്ങനെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്, ഇതൊക്കെ അടിച്ച് വീടൊക്കെ വൃത്തിയാക്കിയ ഒരു സ്മെല്ല്. അവരെ ഉമ്മ വന്നിട്ട് വീടൊക്കെ വൃത്തിയാക്കി അങ്ങോട്ട് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ സഹോദരി ഞങ്ങളെ കണ്ടപ്പം തന്നെ പറഞ്ഞു, എനിക്കറിയാം എൻ്റെ മോളെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നിഞ്ഞല്ലോ, നിങ്ങളൊക്കെ അറിയാം ഞങ്ങൾക്ക് ബിസ്മിയിലുള്ളോലെ. ഈ സഹോദരൻ മുന്നിലേക്ക് കയറി വന്ന് ബിസ്മിക്കാർ പറഞ്ഞിട്ടൊന്നും ഇല്ല തോന്നുന്നു. ഏതായാലും ഈ സഹോദരിക്ക് പെട്ടെന്ന് ഞങ്ങൾ മനസ്സിലായി. അപ്പൊ എന്താ വെച്ചാൽ ഈ ബെഡിന് എണീക്കാൻ പറ്റുന്നില്ല, അത്രയും കാലൊക്കെ ഭയങ്കര വേദപ്പങ്ങൾ എണീക്കേണ്ട, തല ചുറ്റി വീട് അവിടെ ഇരുന്നോളി, നിങ്ങളൊന്ന് ജസ്റ്റ് കാണാമെന്നാണ്. നിങ്ങളിങ്ങനെ പോണ വഴിയിൽ നിങ്ങളെ കണ്ടപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ സഹോദരൻ ആ ഫ്രൂട്ട്സ് കടന്റെ അടുത്ത് നിന്നിട്ട് ആ നിസ്സഹായ അവസ്ഥയിൽ ഒരു നെഞ്ഞു പൊട്ടലുണ്ട്. നമ്മളിങ്ങനെ പങ്കുവെച്ചത് യാത്രയിൽ. അല്ല സഹായിച്ച് ആരെങ്കിലും മൂലം, അത് കാക്കാനും മൂലം അവിടെ എത്തിച്ചു എന്നാണ്. അപ്പം തന്നെ ആ സഹോദരന് 2000 ഉറുപ്പ്യ കാക്ക കയ്യിൽ കൊടുത്താണ്ട് പറഞ്ഞ് കുട്ടികൾക്ക് ഫ്രൂട്ട്സും ആ ബുക്കൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കണം കേട്ടോ. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് വളരെ ഒരു റാഹത്തായ നിമിഷമായിരിക്കും അത്. പക്ഷേ ഈ മക്കളെ ഒരു മനസ്സുകൾ ഇണക്കപ്പെട്ടവരെന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അവിടെ അവരെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന ഒരു മനുഷ്യന് അവരെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നൊരു തീർപ്പാക്കി എന്നുള്ള ഒരിതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിന്റെ
പ്രാർത്ഥന. നമ്മൾ കുറേ പ്രാർത്ഥിച്ചാലും ഇതൊന്നുമില്ല. നമ്മൾ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് അള്ളാഹിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹിൻ്റെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് പഠിച്ച തമ്പുരാൻ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെല്ലാ വേവലാദികളും ആവലാദികളും നോക്കിക്കാണുന്ന റബ്ബ് തന്നെ അത് നിറവേറ്റും എന്നുള്ളതിനൊരു സാക്ഷിയാണ് ഞങ്ങൾ അന്ന് അവിടെ കണ്ടത്. അതങ്ങനെ തന്നെയാണ്. ആ ഫ്രൂട്ട്സ് വാങ്ങാൻ ആ സഹോദരൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവുമല്ലോ. കാരണം അന്നല്ലേ ഡിസ്ചാർജ് ചെയ്ത് ഭാര്യ വീട്ടിൽ വരുന്നത്. ഭാര്യക്ക് ഫ്രൂട്ട്സ് കഴിക്കണമല്ലോ. മക്കൾ പിടിച്ചു വലിച്ചു വാങ്ങിയപ്പോൾ എൻ്റെ പേഴ്സ് തുറന്നിട്ട് ആ പേഴ്സ് മടക്കി വെച്ചത് ഒരു പക്ഷേ മെഡിസിൻ വാങ്ങാണ്ടാവും, മക്കൾക്ക് ബുക്ക് വാങ്ങാണ്ടാവും. അപ്പോൾ ഈ ഫ്രൂട്ട്സ് വാങ്ങിയാൽ ഇത് തികയൂലെന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ ആയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു. ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ കണ്ടത് നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. ഏതായാലും പഠിച്ച തമ്പുരാനി ബിസ്മിക്ക് ഇത്തരം ഓരോ സന്ദർഭോചിതമായിട്ട് ആളുകളെ സഹായിക്കാനും ബിസ്മിയിൽ തേടി വരുന്ന ആളുകളെ നമുക്ക് സഹായിക്കാനും കഴിയട്ടെ. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടുന്ന് പരിചയമുള്ള ഒരു കാക്ക വിളിച്ചു പറഞ്ഞ് അവിടെ ഒരു ആള് വ്യാഴാഴ്ച മരിച്ചിട്ടുണ്ട്, ചെറിയ കുട്ടികളുള്ളൊരു വീടാണ്, അവിടേക്ക് നിങ്ങളൊന്ന് കയറണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടിലേക്ക് ചെന്നപ്പം അവിടുത്തെ ഒരു അവസ്ഥ, നമ്മൾ ബിസ്മിയിൽ അവർ വന്നിട്ടൊന്നുമില്ല. അവർ ആ ഒരു സഹോദരി ഇതേൽ ഇരിക്കുകയാണ്. 3 കുട്ടികളുണ്ടതിന്, സ്കൂൾക്ക് പോയതാ മക്കളൊക്കെ. ചെറിയത് ഒരു 1-ലെറ്റാണ്, ചെറിയ മക്കൾ 10ാം ക്ലാസ്സിന് താഴെയാണ് 3 ആളും. അപ്പൊ ആ വീട്ടിലൊരു ഉമ്മന്റെ റൂമാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. ആ ഉമ്മ കുഴഞ്ഞ് സ്ട്രോക്ക് വന്നിട്ട് കട്ടുമേൽ ഇങ്ങനെ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ എണീക്കാൻ കഴിയും. ആ ഉമ്മക്ക് അല്ലാഹു 4 മക്കളെ, 4 പെൺകുട്ടികളെ 4 ആൺകുട്ടികളെ കൊടുത്തത്. ഇപ്പൊ 4 ആൺകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ വലിയ ഓരോരുത്തരും ഒരു അനുഭവം നമ്മളിങ്ങനെ വായിക്കുമ്പം, അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ 2 ആൺകുട്ടികൾ മരിച്ചിട്ടുണ്ട്. ഒന്ന് 10ാം ക്ലാസ്സിൽ. അങ്ങനെ ഇപ്പോൾ ഒരു 8 വർഷം മുന്നേ ഒരു മോന് ക്യാൻസർ ബാധിച്ച് മരിച്ചു എന്ന് പറഞ്ഞു. അന്ന് ആ കുട്ടിക്ക് 2.5 വയസ്സാണ് പറഞ്ഞു. ആ ഈ ഉമ്മന്റെ വേറൊരു മോന് അപ്പുറത്തെ വീട്ടിലുണ്ട്. അവർ അൽഹംദുലില്ലാ അങ്ങനെ ഒരു ഇതിലിങ്ങനെ കഴിയണം, എല്ലാവരും സഹകരിച്ചൊക്കെ കഴിയണം. അങ്ങനെ ഈ ഒരു മോന അടുത്താണ് ഈ ഉമ്മ ഉള്ളത്. ഇവർക്ക് സാധാരണ കൂലിപ്പണിയൊക്കെ ഇനി, അപ്പൊ അവിടുന്ന് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ സംബന്ധിച്ചൊരു ആൺതുണ ഇല്ലാത്തൊരു കുടുംബം. ഈ പെങ്ങന്മാരൊക്കെ കരയാണ്. ഇവർ ഓലെന്നെയാണ് മന നോക്കലും മനതാക്കലൊക്കെ. ഇപ്പോൾ അവനും പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അവിടെയും തന്നെ അല്ല നമ്മളെ എത്തിച്ചു എന്നുള്ളതാണ്. ഇവരെ പ്രാർത്ഥനയും ഇവരതും കൊണ്ട് അല്ലാഹു നമുക്ക് ഓരോ അമാനത്തായി ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പം ഇത്രയും അർഹതപ്പെട്ട ആളുകളെ കയ്യിൽ തന്നെയാണ് ഇത് എത്തുന്നതെന്നുള്ള ഒരു തെളിവാണ് നമുക്ക്. പഠിച്ചവന് അവർക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ആ കുട്ടികളുടെ കാര്യത്തിലൊക്കെ. വീട്ടിൽ കുറേ അംഗങ്ങളുണ്ടെങ്കിലും അത് തരാനും കൊടുക്കാനും ഇല്ലാത്തൊരു കുടുംബമാകുമ്പം അത് തന്നെയാണ് അവിടെ എത്തിച്ചെന്നുള്ളൊരു ബോധ്യപ്പെടലാണത്. ഏതായാലും പഠിച്ച തമ്പുരാന് നമ്മുടെ ബിസ്മിക്ക് ഇതുപോലെ ആശ്രയിച്ചു വരുന്ന ആളുകൾക്കും എവിടെയൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ നീക്കാനും അള്ളാഹു ബിസ്മിയിലെ ഓരോ സഹോദരങ്ങളെയും ബിസ്മി പ്രവർത്തനങ്ങളെയും അതിനൊരു നിമിത്തമാക്കി തീർക്കട്ടെ. അങ്ങനെ ഒരുപാട് ആശ്വാസകരമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ നിമിഷവും ബിസ്മിയെ ഓർക്കാനും ബിസ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ബിസ്മിയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതിന് സഹായം നൽകുന്നവർക്കും ഓരോ നിമിഷവും പാഴാകാതെയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകാനും അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ സമ്പത്ത് കൊണ്ട് ഇവരെ നമ്മൾ സഹായിക്കുമ്പം ഈ സമ്പത്ത് തന്ന ആൾ അറിയണില്ലല്ലോ ഞാനാണ് ഇന്ന ആളുകൾക്ക് കൊടുത്തത് എന്നുള്ളത്. അതാണ് ബിസ്മിയുടെ ഒരു പ്രാധാന്യം. നമ്മൾ ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എഴുതി തരുമല്ലോ. നമ്മൾ ഏതാണ് അല്ല എപ്പോഴാണ് നമ്മളെ കൈകളിൽ ആ ആവശ്യക്കാരെ മുന്നിൽ എത്തിക്കുന്നത് അവിടെയാണ് കൊടുക്കുകയാണ്. അപ്പൊ ഇത് തന്ന ആളുകൾ എത്രയും ഈ ഒരു അമാനത്ത് നല്ല രീതിയിൽ നമ്മൾ പൂർത്തീകരിച്ചു എന്നുള്ള തെളിവും കൂടിയാണ് നമ്മളൊക്കെ കണ്ണുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഠിച്ച തമ്പുരാൻ ഇനിയും ഒരുപാട് ആളുകൾക്ക് ബിസ്മിയെ സഹായിക്കാനും ബിസ്മിയോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കാനും ഒക്കെ കഴിയട്ടെ. ബിസ്മിയെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സമ്പത്തും അവരുടെ ജോലിയും എല്ലാവിധ ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളിലൊക്കെ ഒന്ന് കാക്കട്ടെ. മരണം നമ്മളെ ചെരുപ്പിന്റെ ബാറിന്റെ കാളും അടുത്താണെന്നുള്ള ഓരോ കാഴ്ചകൾ നമുക്ക് നിരന്തരം കാണിച്ചു കൊണ്ടിരിക്കണം. എന്നാലും നമ്മളെന്താ പറയാ, മനുഷ്യന്റെ ദുശ്ചിന്തകളും ഇതൊന്നും മാറുന്നില്ല. അല്ലാഹു നമുക്ക് തഖ്വയോടുകൂടി ജീവിക്കാനും നല്ലത് മാത്രം പ്രവർത്തിക്കാനും നല്ലത് മാത്രം ചിന്തിക്കാനും അല്ലാഹുവിന്റെ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. നല്ല നന്മകൾ മാത്രം നിറച്ച് നമ്മളെ കൊണ്ട് ഒരു അനാവശ്യ വാക്കുകൾ ആരും പറയാതെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നന്മകൾ മാത്രം വാരിക്കൂട്ടുന്ന ഒരു ടീമിലാണ് നമ്മൾ ഈ ഇരിക്കുന്നത്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇനിയും ചെയ്യാനും ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാവാനും നമുക്കെല്ലാവർക്കും ഇനിയും പഠിച്ച തമ്പുരാന് തൗഫീക്ക് നൽകട്ടെ. വാഹിർ ദഹ്മാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.